എന്താ പറഞ്ഞ ക്ലിയർ ആയിട്ടില്ല വഫ. അതായത് നമ്മുടെ സെക്സ് പൊസിഷൻസ് ഉണ്ടല്ലോ, കേൾക്കുന്നുണ്ടോ? ആടെ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. അപ്പം അത് നമ്മുടെ റിലീജിയന്റെ കാര്യം പറഞ്ഞപ്പോ പറയാണ്, റിലീജിയൻ തന്നെ പല പൊസിഷൻസും നമുക്ക് താബു ആണ്. ചില ഇതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഉണ്ട്, അത് ഫോർബിഡൻ ആണ്. അപ്പം അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഏതായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞതാണ്. സോ ബിനോയ് സംസാരിക്കൂ. ഓക്കെ, താങ്ക് യു. എന്തോ പ്രോബ്ലം അറിയില്ല, നെറ്റ്വർക്കിന് എന്തോ പ്രോബ്ലം ഉണ്ട്, അതാണ് കട്ടായി പോകുന്നത്. ഓക്കെ, എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞത് എൻ്റെ കൂട്ടുകാരിയുടെ സ്റ്റോറിയാണ് പറയണത്. പുള്ളിക്കാരുടെ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ആദ്യ രാത്രി സ്റ്റോറിയാണ് പറയുന്നത്. ഇതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു, ഏകദേശം സെയിം ടോപ്പിക്കാണ് വരുന്നത്. അതായത് ഇവർ ആദ്യ രാത്രി ഇവർ ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ്. ആക്ച്വലി ഇവർ കല്യാണം കഴിച്ചേക്കുന്നത് ഒരു ചെറിയ ലവ് ഉണ്ട് പ്ലസ് അറേഞ്ചറും കൂടിയാണ് ഇവർ കല്യാണം കഴിച്ചേക്കുന്നത്. പക്ഷേ അവർ അത്രയും രീതിയിലുണ്ടായത് കോളേജിൽ പഠിക്കുന്ന ഒരു പ്രണയത്തിലായിരുന്നു ഇവർ കല്യാണം കഴിഞ്ഞത്. പക്ഷേ ഈ പുള്ളിക്കാരന് ഡ്രഗ്സ് അഡിക്റ്റ് ഉണ്ട്. ഈ വിവരം ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു. സോ ആദ്യ രാത്രിയിലായിരുന്നു ഇവരെ കാര്യങ്ങളൊക്കെ സംഭവിച്ച സമയത്ത്, നേരത്തെ പറഞ്ഞല്ലോ സിഗരറ്റ് കൊണ്ട് കുത്തുന്നതും മറ്റുള്ള കാര്യങ്ങളും സ്വകാര്യ ഭാഗങ്ങളും കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഭയങ്കര പീഡനമായിരുന്നു അവൾക്ക് വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ എന്താ പറയുക, ശരിക്കും ഒരു മാനസികമായിട്ട് ആകെ എന്താ പറയുക ഡിപ്രഷനായി പോയി ആക്ച്വലി. കാരണം ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു, ഫസ്റ്റ് നൈറ്റിൽ തന്നെ എല്ലാതും എന്താ പറയുക ശരീരഭാഗങ്ങൾ മൊത്തം സിഗരറ്റ് കുത്തുന്നു, പിന്നെ മദ്യം കുടിക്കുന്നു, പിന്നെ കഞ്ചാവ് അത് അടിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത്, ശരിക്കും ഈ പറയുന്ന സംഭവം ചെയ്യുന്നത്, സെക്സ് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഈ പറഞ്ഞ നേരത്തെ സെക്സ് ചെയ്യുന്നതൊക്കെ ഈ കട്ടിലിൽ കാലൊക്കെ കെട്ടിയിട്ടാണ് അവൾ ചെയ്യുന്നത്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ അവളുടെ അനുഭവം എന്നോട് പറഞ്ഞതാണ്. ഇന്ന് അവളില്ല കേട്ടോ, ആക്ച്വലി അവൾ മരണപ്പെട്ടു പോയി. അത് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരുന്നത്. അതിനുശേഷം അവൾ ഒരുപാട് സഹിച്ചു. കാരണം ഇവള് പാവപ്പെട്ട വീടാണ്, ഇവർ കുറച്ച് പണക്കാരാണ്. അപ്പോൾ ഇവളുടെ അച്ഛൻ ഒരുപാട് പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ട്, ഇവരെ കുറേ പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛനോട് പറഞ്ഞാലും ഒന്നും അനുസരിക്കില്ല, നീ അവിടെ നിൽക്ക് എന്നൊക്കെയാണ് അച്ഛൻ പറയണത്. പിന്നെ അമ്മായിമ്മയുടെ ഭയങ്കര പീഡനം. അതായത് ആദ്യ രാത്രി വന്നപ്പോൾ ഇവർ ഒരു വെള്ള എന്താ പറയുക ഒരു വിരിയാണ് ഇട്ടേക്കുന്നത്. നോക്കുമ്പോൾ നിനക്ക് ബ്ലഡ് കാണുന്നില്ലല്ലോ, നീ വെർജിൻ അല്ലല്ലോ, നീ എവിടെയെങ്കിലും പോയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര എന്താ പറയുക പീഡിപ്പിക്കലായിരുന്നു ഈ അമ്മായിമ്മയും ചെയ്തത്. ആക്ച്വലി എന്ന് പറഞ്ഞത് ഈ കുട്ടി എന്താ പറയുക കല്യാണത്തിന് മുമ്പ് ഒരാളുടെ സക്സസ് ചെയ്തില്ല, അതെനിക്കറിയാം. കാരണം ഷീസ് മൈ ഫ്രണ്ട്. ഓക്കെ, പക്ഷെ അവൾ കല്യാണത്തിന് മുമ്പ് അപ്പോൾ ഈ അമ്മായിമ്മയും ഈ രീതിയിൽ ഉപദ്രവിക്കുകയാണ്. അതിനുശേഷം ഷീസ് എന്താ പറയുക അവള് സൂയിസൈഡ് ചെയ്തു ആക്ച്വലി. ഇതാണ് ഇപ്പോൾ സ്റ്റോറി. ഇത് ഏകദേശം 10 വർഷം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട് ആക്ച്വലി വന്നിട്ട്. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരു സെക്സിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇതുണ്ടെന്ന് പറയുക ഒരു അറിവില്ലാത്തതുകൊണ്ടാണ്. ആണുങ്ങൾക്കും അറിവില്ല, പെണ്ണുങ്ങൾക്കും അറിവില്ല. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതങ്ങളിൽ ഇങ്ങനെ വരുന്നതും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് മെയിനായിട്ട്. ഇത് ഒരു റിയൽ സ്റ്റോറിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ എനിക്കിന്ന് സംസാരിക്കാൻ ഇവിടെ സാധിച്ചത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പേര് ചോദിച്ചു എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആണോ എന്ന്. ചില ആൾക്കാർ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ചില ആൾക്കാർ നമ്മൾ എന്താ പറയുക വാട്സപ്പിലും ഫേസ്ബുക്കിലും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഇതെന്താണ് അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാമെന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർ പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നീ സാറ്റിസ്ഫൈഡ് ആണോ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഉത്തരം പറയാൻ എനിക്കറിയത്തില്ല. ദയവായിട്ട് ആരെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരും. ഓക്കെ, താങ്ക് യു. സെയ്ദിന് അതിനോട് റിപ്ലൈ പറയാനുണ്ടോ? ലൈക്ക് യുനോ അവര് ചോദിച്ചത് സാറ്റിസ്ഫാക്ഷൻ ഈസ് അക്കോർഡിംഗ് ടു പേഴ്സൺസ്, അത് ഓരോരുത്തരുടെയും രീതിയിലായിരിക്കും. നെക്സ്റ്റ് നമുക്ക് അജു സംസാരിച്ചു. സെയ്ദ് പറയൂ. ഞാൻ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് എ പേഴ്സൺ ഈസ് മോർ ഇൻ ടു നോയിങ് എവറിത്തിങ് ദാറ്റ് ഈസ് വെരി ബയോളജിക്കൽ വിത്ത് പീപ്പിൾ. ബട്ട് സ്റ്റിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം അറിഞ്ഞ് മനസ്സിലാക്കിയെടുത്തോളം orgasm is not something that is not just a vaginal process. Okay, ചിലർക്ക് not just a vaginal process, it is beyond it. അതിപ്പോൾ for some people they love to be engaging in more of foreplay actually rather than intercourse. Like there are couples who says that okay we will do intercourse because they want like ഒരു പ്രൊക്രിയേഷന്റെ ഭാഗമായിട്ട് റിപ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ലൈക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോട് കൂടി തന്നെ അങ്ങനെ എൻഗേജ് ചെയ്യും. ബട്ട് മോർ പീപ്പിൾ ലൈക്ക് വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ആണെങ്കിൽ മോർ പീപ്പിൾ വിൽ ലൈക്ക് ടു എൻഗേജ് ഇൻ ഫോർപ്ലേസ് ലൈക്ക് ദ വേരിയസ് വേസ്. അവിടെയാണ് ഈ ഒരു ഹൗ വി ആർ ഇവോൾവിങ്. നമ്മൾ സെക്ഷുവലി ഇവോൾവ് ചെയ്യും. നമ്മുടെ ആദ്യമായിട്ട് നമുക്ക് സെക്സ് നടക്കുന്ന നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഫസ്റ്റ് നമ്മൾ എങ്ങനെയായിരുന്നു അങ്ങനെ ആയിരിക്കില്ല ഒരിക്കലും. പക്ഷെ അങ്ങനെ ആകാൻ ഒരിക്കലും പാടില്ല. നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം.
ഇപ്പൊ നമ്മളൊരു 10, 40, 50, 60, 70 വയസ്സായാൽ പോലും നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അവിടെയാണ് നമ്മൾ ഇതിന്റെ പല തരത്തിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ആ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരും. നേരത്തെ വഫ പറഞ്ഞ പോലെ സെക്ഷുവൽ പൊസിഷൻസ് ഒക്കെ റിലീജിയസിൽ പറയുകയാണെങ്കിൽ to an extent it says that this is not right, this is wrong, but ഇതൊക്കെ ഒരു ഇൻഡിവിജ്വലിന്റെ ചോയ്സ് ആണ്. മേ ബി for certain people they love to be kissed actually, like multiple levels of kissing ആയിരിക്കാം, അല്ലെങ്കിൽ ലവ് മേക്കിംഗ് പ്രോസസ് ആയിരിക്കും. നോട്ട് ഓൺലി അബൌട്ട് ഇന്റർകോഴ്സ്. സോ സെക്സ് എന്ന് പറയുന്നത് ഒരു ഇന്റർകോഴ്സിലോട്ട് ഒതുക്കാതെ അത് അതിനപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. പക്ഷേ ഞാൻ ചോദിച്ചതെന്നറിയോ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ലേഡിയാണ്. പക്ഷേ ഇവിടെ അടുത്ത് മറ്റു എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ചോദ്യമാണ്, ഇപ്പം നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ആണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. ശരി, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ? എന്താണ് അവർക്ക് കുറിച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഐ വിൽ ജസ്റ്റ് ഗീവ് എൻ എക്സാമ്പിൾ. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നത് അവരുടെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു പ്രൈവറ്റ് സ്പേസിന് അപ്പുറത്തേക്കുള്ള ഒരു ബന്ധമാണ് ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ണർ ടു പാർട്ണർ റിലേഷൻ എന്ന് പറയുന്നത്. ആ പാർട്ണർ ടു പാർട്ണർ റിലേഷനിൽ ഈ പുള്ളിക്കാരൻ എല്ലാ തരത്തിലും ഈ വൈഫിനെ നെഗ്ലക്ട് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. സോ ഒരു തരത്തിലും പുള്ളിക്കാരത്തിന്റെ ഒപ്പീനിയൻ കേൾക്കുന്നില്ല, ചോയ്സസിന് ബഹുമാനിക്കുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ ബെഡിൽ വന്നിട്ട് ഹീസ് ലൈക്ക് വെരി നൈസ്, ആക്ച്വലി വെരി ഡിപ്ലോമാറ്റിക്. അവിടെ മാത്രം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്ത്രീ സാറ്റിസ്ഫൈഡ് ആകും? ഇല്ല. ഒരിക്കലും ഒരു സ്ത്രീ എന്ന് പറയുന്നത് എന്റെ അറിവിൽ വെച്ച് ഒരിക്കലും ഒരു സ്ത്രീ ബെഡിൽ മാത്രം ഒരു ഹസ്ബൻഡ് സാറ്റിസ്ഫൈഡ് ആക്കുന്നത് വഴി ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഇറ്റ് ഇസ് എ വെരി ഹോളിസ്റ്റിക് അപ്രോച്ച് ആക്ച്വലി. എല്ലാ കാര്യങ്ങളിലും നമുക്ക് അപ്രോച്ച് ഉണ്ടായിരിക്കണം. ദ വേ ഹൗ യു ബിഹേവ്. ഇറ്റ്സ് ഈ കാമസൂത്ര, there is a book കാമസൂത്ര. ഓക്കെ, എല്ലാവർക്കും ഒരു ധാരണയുണ്ട് കാമസൂത്ര എന്ന് പറയുന്നത് ടീച്ചേഴ്സ് അബൌട്ട് ഹൗ ടു ഡു സെക്സ്. നോ, ഇറ്റ് ഈസ് ടീച്ചിങ് മെൻ ഹൗ ടു ബിഹേവ് ആക്ച്വലി. പറ്റുമെങ്കിൽ എല്ലാവരും കാമസൂത്രയുടെ, I forget that lady's name actually, she gives like beautiful explanation about how to engage in sex. അപ്പം it's not about being in bed actually or in a private space, it is beyond it. അങ്ങനെ മാത്രമാണ് ഏത് പാർട്ട്ണറിനായാലും സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റും. വളരെ ദേഷ്യക്കാരനായിട്ടുള്ള, ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള, എല്ലാ കാര്യങ്ങളും റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ബെഡിൽ മാത്രം വരുമ്പോൾ ഭയങ്കര ലവബിൾ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആ സ്ത്രീ ആ റിലേഷൻഷിപ്പിലോ ആ ഒരു ബന്ധത്തിലോ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. താങ്ക് യു. താങ്ക് യു സെയ്ദ്. അടുത്തത് ഓക്കെ ബിനോയ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് അജു. ഓക്കെ, താങ്ക് യു. സന്ധ്യ സാർ. താങ്ക് യു, ബൈ. കാണാട്ടോ. സന്ധ്യ കേൾക്കുന്നുണ്ടോ? ഹലോ സന്ധ്യ. സന്ധ്യ അവിടെ ഇല്ല. ഓക്കെ, ആശയെ വിളിക്കാം. ഓക്കെ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട് ആശിച്ചേ. ഞാൻ ബദ്മാഷ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ഓർക്ക് ചെയ്തേ. ബദ്മാഷ് പിന്നെ ഓർഗാസത്തിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ 2015-16 അതായത് എന്റെ 30ാമത്തെ വയസ്സിലാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ആൻഡ്രോയിഡ് ഫോൺ കിട്ടുന്നത്. അതിന് മുന്നേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോണാണ്. എന്റെ അതായത് എന്റെ 17-18 വയസ്സിലെ കല്യാണം കഴിഞ്ഞതാണ്, 18 വയസ്സ് പൂർത്തിയാവുന്നതിന് മുന്നേ. അപ്പോ ഞാൻ പറഞ്ഞിരുന്നത് ഈ 30ാമത്തെ വയസ്സിൽ എന്റെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ കിട്ടിയ സമയത്താണ് ഞാൻ ഈ FB എടുക്കുന്നതും മനുഷ്യരുടെ സംസാരങ്ങൾ കേൾക്കുന്നതും. അതുവരത്തേക്കും അടുക്കളയ്ക്ക് അപ്പുറമുള്ളൊരു ലോകം എന്റെ കയ്യിലില്ല. അപ്പോ ആളുകൾ എന്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ളത് ഞാൻ കാണുന്നത് പോലും 2015-16 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ഒരു FB-യിൽ ഒരു പോസ്റ്റ്, ഇങ്ങനെ മാസ്റ്റർബേഷനെ കുറിച്ചൊരു പോസ്റ്റ് വരുന്നു. അപ്പൊ ഞാൻ അതിനകത്ത് ആദ്യമായിട്ട് എഴുതിയ കമന്റ്, ഇത് ആണുങ്ങളുടെ മാത്രം സംബന്ധിക്കുന്ന വിഷയമാണല്ലോ, അതിനകത്ത് ഇപ്പൊ നമ്മളെന്ത് പറയാനാണ് എന്നാണ്. അപ്പൊ അത് കേട്ടോണ്ടിരുന്ന കുറെ ആൾക്കാർ എന്റെ താഴെ വന്നിട്ടേ ഇതെങ്ങനെ ആണുങ്ങളുടെ മാത്രം വിഷയമാവുന്നേ? അപ്പൊ ഞാൻ ഒട്ടും സംശയമില്ലാതെ പറയാണ്, മാസ്റ്റർബേഷൻ സ്ത്രീകൾക്കുള്ളതല്ലല്ലോ, അല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യാറില്ലല്ലോ എന്ന്. അവിടെ നിന്ന് എനിക്ക് കുറെ ട്രോളൊക്കെ കിട്ടി. പിന്നീടാണ് ഞാൻ അറിയുന്നത് സ്ത്രീകൾ മാസ്റ്റർബേറ്റ് ചെയ്യും എന്നുള്ളത്. 2017 മറ്റോ ശ്രീലക്ഷ്മി വൈബ്രേറ്ററിന്റെ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഞാൻ ഇൻബോക്സിൽ പോയി ചോദിച്ച് ഇതെങ്ങനെയാണ് എന്താണ് എന്നൊക്കെ, എങ്ങനെ ചെയ്യും മാസ്റ്റർബേഷൻ എങ്ങനെ ചെയ്യും എന്ന് ഞാൻ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു. ഞാൻ ആരോടും പറയാത്ത കാര്യമാണ്, നിങ്ങൾ ആരോടും പറയണ്ട കേട്ടോ, എല്ലാവരും ചെയ്തു വെച്ചിരിക്കും ബാക്കിയുള്ളവരൊക്കെ. ഇല്ല, ഞങ്ങൾ ആരോടും പറയില്ല. ഓക്കെ, ഞാൻ ശ്രീലക്ഷ്മിനോട് ഇൻബോക്സിൽ പോയി ചോദിച്ച് അറിഞ്ഞ് ഒക്കെയാണ് ഞാൻ ഈ സംഭവം സ്ത്രീകൾക്ക് ഉണ്ടെന്നും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയുന്നത്. എന്റെ 31-32 വയസ്സിലാണെന്ന് ആലോചിക്കണം. അപ്പൊ പിന്നെ ബാക്കി ഓർഗാസത്തിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ.
അപ്പൊ ഇതൊന്നും അറിയില്ലാത്ത മേ ബി ഇനി എന്നെ പോലുള്ള വളരെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള സ്ത്രീകളും ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാല് ഈ മാരിറ്റൽ റേപ്പ് എനിക്ക് തോന്നുന്നു ആദ്യരാത്രിയിലുള്ള മാരിറ്റൽ റേപ്പിനേക്കാളും കഷ്ടമായിട്ടുള്ളത് പിന്നീട് അങ്ങോട്ടേക്കുള്ള, അതായത് നമ്മുടെ ലൈഫൊക്കെ ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ വരുന്ന സംഘർഷങ്ങളുടെ ഫലമായിട്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ അതിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുള്ളത് കൊണ്ട് അതിൽ നിന്ന് പറയുവാണേ. ഫസ്റ്റ് ഡേ കാട്ടിക്കൂട്ടുന്ന അതിരാത്രിയുടെ റേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരാണാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേ തന്നെ തെളിയിച്ചില്ലെങ്കിൽ അതെന്തോ ഒരു പ്രശ്നം ആണ്, മറ്റുള്ള ആണുങ്ങളുടെ മുമ്പിൽ എനിക്ക് പിറ്റേ ദിവസം കഥ പറഞ്ഞ് കേൾപ്പിക്കാനൊക്കെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറെ ക്ലീഷേ, അതൊക്കെ ഇനി നമ്മൾ പറയാതെ തന്നെ അറിയാലോ. അല്ലെങ്കിൽ അത്രയും നാളും അടക്കി പിടിച്ചു വെച്ച വിവാഹത്തോടെയാണല്ലോ ഇത് ലൈസൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതിനേക്കാളും ക്രൂരമായിട്ട് വരുന്നത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും അത് തീർക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂം യൂസ് ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ക്രൂരത വരുന്നത്. നമുക്ക് ഒന്നാമത്തെ ആ ഇഷ്യൂസിന്റെ മേലിലുള്ള പ്രശ്നങ്ങള് എനിക്കിത് പറയുമ്പോ എന്റെ കൈയും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. പാട കൂട്ടിയിടിച്ചിട്ടേ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഓക്കെ ആശിഷ് ചേച്ചി. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് നമ്മുടെ തലമുറ കൈമാറി വന്ന സംഭവം. ഇത് അമ്മമാരും അമ്മായിമ്മമാരും ഇത് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഒരിക്കലും ഒരാൺകുട്ടി എടുത്ത ഒരു പിതാവോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അപ്പനോ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ കയറി വരുന്ന പെൺകുട്ടി നിന്റെ പാർട്ട്ണറാണ്, നീ അവളെ ബഹുമാനം കൊടുക്കണം, നീ സെക്സ് ചെയ്യുമ്പോൾ അവൾക്ക് ബഹുമാനം കൊടുത്ത് ചെയ്യണമെന്ന് ഒരപ്പനോ ഒരു അമ്മായിയപ്പനോ പറഞ്ഞു കൊടുക്കുന്നില്ല ആൺകുട്ടി. പക്ഷേ ഒരമ്മയാണേലോ ഒരു അമ്മായിമ്മയാണേലോ പറഞ്ഞു കൊടുക്കും, നീ ഒരു പെൺകുട്ടിയാണ്, അടങ്ങി ഒതുങ്ങി അവൻ പറയുന്ന കേട്ട് ജീവിക്കണം, അവനാണ് നിന്റെ ആ പല പുസ്തകങ്ങളിലും റിലീജിയസ് ബുക്കിലും എഴുതി വെച്ചിട്ടുണ്ട്, നീ നിന്റെ തലയാണവൻ, നീ അവന് കീഴ്പ്പെട്ടിരിക്കണമെന്ന്. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി പറയാം. അതായത് ഒരു സ്റ്റോറി ആയിട്ട് കൂട്ടിയാൽ മതി, നടന്ന സംഭവം അല്ല, സ്റ്റോറി ആയിട്ട് കൂട്ടുക. ഒരു പയ്യൻ വിവാഹം കഴിഞ്ഞു, പെട്ടെന്ന് അവനൊരു ഗൾഫിലേക്ക് പോകാൻ ഒരു വിസ ലഭിക്കുന്നു. അവൻ ഗൾഫിലേക്ക് പോകുന്നു. അവന്റെ നാട്ടിലെ കടങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി ഒരു നീണ്ട ഒരു 2-3-4 ഇയേഴ്സോളം ഗൾഫിൽ വർക്ക് ചെയ്യുന്നു, ദുബായിൽ വർക്ക് ചെയ്യുന്നു. കടങ്ങളെല്ലാം കഴിഞ്ഞ് പുള്ളി തിരിച്ച് നാട്ടിൽ വരാൻ നിൽക്കുന്ന ഈ സമയമെല്ലാം ഈ വീട്ടിൽ കെട്ടിച്ചു കൊണ്ടുവന്ന ഈ മരുമകൾ എന്ന് പറയുന്ന ഈ കുട്ടി, ഈ അമ്മായിമ്മയ്ക്ക് വയ്യാത്ത അമ്മായിമ്മ കാലൊക്കെ തടവി കൊടുക്കുന്നു, എണ്ണയിട്ട് കൊടുക്കുന്നു, ആഹാരം വെച്ചു കൊടുക്കുന്നു, ചായ ഇട്ട് കൊടുക്കുന്നു, എല്ലാം അവരുടെ റൊട്ടീൻ നടക്കുന്നുണ്ട്. ഈ മകൻ 4 വർഷത്തിന് ശേഷം നാട്ടിൽ വരുമ്പോൾ ഈ മരുമകൾ ഈ വന്ന പയ്യന്റെ റൂമിനകത്ത് വെളിയിൽ വരുന്നില്ല. ആകെ വരുന്നത് ചോറുണ്ണാൻ വരുന്നുണ്ട്, അതേപോലെ കാപ്പി കുടിക്കാൻ വരുന്നുണ്ട്, ചായ ഇടാൻ വരുന്നുണ്ട്. ഇത് 2 ദിവസം സഹി കെട്ടി അമ്മായിമ്മയ്ക്ക് ദേഷ്യമായി. ഈ പെണ്ണ് 4 വർഷം എനിക്ക് വേണ്ടി സഹായിച്ച പെൺകുട്ടി ഇവൻ വന്നതിന് ശേഷം ഇതുവരെ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. രാവിലെ പയ്യൻ പോയി ചന്തയിൽ പോയി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തപ്പോൾ അമ്മായിമ്മ വെട്ടിക്കഴിയാൻ വേണ്ടി അമ്മായിമ്മയ്ക്ക് ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുക പുള്ളിക്കാരത്തി. ഈ മരുമകൾ ഇറങ്ങി ഒന്നും സഹായിക്കുന്നേ ഇല്ല. പുള്ളിക്കാരത്തി ഇങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തമായിട്ട് കലബല പറഞ്ഞ് ഈ മരുമകളുടെ അടുത്തുള്ള ദേഷ്യം തീർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഈ മീൻ വെട്ടി കഴിയുന്നിടത്ത് 2-3 പെടക്കോഴികൾ വന്ന് നിൽക്കുക. ഈ പെടക്കോഴികളെ നിങ്ങളുടെ ഭാഷ പറഞ്ഞ റേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പൂവൻകോഴി പുറകെ ഓടിച്ചിട്ട് കൊത്തുക. എല്ലാ ദേഷ്യവും കൂടി അമ്മായിമ്മ കോഴി എടുത്ത് വയ്ക്കുക. നീയും ഇപ്പൊ ദുബായിൽ നിന്ന് ലീവിന് വന്നയാണോ കോഴിയെന്ന് എന്ന് പറഞ്ഞത് ഞാനൊരു തമാശ രൂപേണ പറഞ്ഞാലും അവിടെയും അമ്മായിയമ്മ ഈ മരുമകള് എന്റെ മകന് അഡിക്റ്റ് ആവാനുള്ളതാണ്. അതെ, ഇതിന് അഡിക്റ്റ് ആവാനുള്ള ആണ് എന്നുള്ള ചിന്താഗതി അമ്മമാരും അമ്മായിമ്മമാരും എല്ലാം ഈ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നീ നിന്റെ ഭർത്താവിന് അടിമയാണ്, അല്ലെ സെക്സ്വലി അടിമയാണ്, അല്ലെങ്കിൽ ഭർത്താവ് നിന്റെ മേൽ അധികാരമുണ്ട് എന്നുള്ള ചിന്തയിലാണ് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. നേരെ തിരിച്ചാരും പറഞ്ഞു കൊടുക്കുന്നില്ല. വഫ കണ്ടിന്യൂ. ഹലോ, നെക്സ്റ്റ് വോള് സംസാരിച്ചാണോ? ഞാൻ 1-2 പേരുടെ കേട്ടിട്ട് സംസാരിക്കാം. ഇപ്പൊ കേറി വന്നത്. ഓക്കെ. അഷബ് നമ്മൾ സംസാരിച്ചിട്ടില്ല. അഷബ്
അഷബ് കേൾക്കുന്നുണ്ടോ?